ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. പുന്നമടക്കായലിലെ ഹൗസ് ബോട്ടിൽ 9 വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ 52 വയസ്സുള്ള രമേശിന് ആലപ്പുഴ പോസ്കോ കോടതി ജഡ്ജി റോയി വർഗീസ് 5 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുട്ടിയും കുടുംബവും ഹൗസ് ബോട്ടിൽ ഉല്ലാസയാത്രയ്ക്കെത്തിയപ്പോൾ താൽക്കാലിക ജീവനക്കാരനായ രമേശൻ ആക്രമണത്തിനിരയാക്കുകയായിരുന്നു. കോടതി വിധി പ്രകാരം പിഴ അടച്ചില്ലെങ്കിൽ പ്രതി 6 മാസം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. വിഴിഞ്ഞം ലോക നിലവാരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചു. 2024 ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച് 10 മാസത്തിനുള്ളിൽ 500 കപ്പലുകളെത്തി. ലോക ചരക്കു ഗതാഗതത്തിൽ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം അങ്ങനെ ഉയർന്നു. ഇന്ത്യയിൽ ഇതുവരെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ കപ്പലായ MSC വെറോണ ഇന്ന് വിഴിഞ്ഞത്തിൽ നങ്കൂരമിട്ടു ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ചു. കൂടാതെ രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേനയുടെ INS കബ്ര വിഴിഞ്ഞമെത്തുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ H-1B വിസ ഫീസ് വർധനവിനെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സ് വിമാനത്തിൽ പ്രശ്നങ്ങളുണ്ടായി. H-1B വിസ അപേക്ഷാ ഫീസ് ഏകദേശം $1,00,000 വരെ ഉയർത്തിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ഇന്ത്യൻ യാത്രക്കാർ വിസ റദ്ദാക്കുമെന്ന ഭയത്താൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് വിമാനം പുറപ്പെടാൻ 3 മണിക്കൂറുകളോളം വൈകി. ദുബായിൽ സ്വർണ്ണവില ഉയരത്തിലെത്തി. 22 ക്യാരറ്റ് ഗ്രാമിന് 451.75 ദിർഹം, 22 ക്യാരറ്റ് ഗ്രാമിന് 415.50 ദിർഹം, 21 ക്യാരറ്റിന് 400 ദിർഹം. ഏറ്റവും പുതിയ വർധനവിൽ ഗ്രാമിന് 5 ദിർഹം കൂടി. ഫെഡറൽ റിസർവ് നിരക്കുകൾ കുറയും, ഡോളർ ഇടിയുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ സ്വർണ്ണത്തിൽ നിക്ഷേപങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഇന്ത്യയിലും റെക്കോർഡ് നിരക്കിൽ സ്വർണ്ണവില ഉയരുന്നു. കേരളത്തിൽ 1 പവന്റെ വില 83,840 രൂപ. GST, പണിക്കൂലി, ഹോൾമാർക്ക് ഫീസ് ഉൾപ്പെടുത്തി 1 പവൻ ആഭരണം 92,000 രൂപയ്ക്ക് മുകളിലായി. ഗ്രാമിന് 12,000 രൂപയാണ് നിലവിൽ. സംസ്ഥാനത്തെ വ്യാപക മഴയോടെ കാലവർഷം അവസാനിക്കാൻ സാധ്യത. സെപ്റ്റംബർ 25-ന് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും സെപ്റ്റംബർ 26-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ദുർബലമാകാനും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുമാണ് സാധ്യത. അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടത്തരം മഴയ്ക്കും 25, 26, 27 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.